ഈ വർഷം എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി. ആ ഒരു സിനിമ കാണുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു സ്പോയിലർ അലേർട്ട് തരാം. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റോറീസും ഇവന്റ്സും നിങ്ങൾ ദി ഒഡീസി എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ ചാൻസ് ഉണ്ട്. ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന് പറയുന്ന മൂവി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന രണ്ട് ബുക്സിൽ നിന്നാണ്. ഈ രണ്ട് ബുക്സ് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പോയിറ്റ് ആയിട്ടുള്ള ഹോമറാണ്. ഒരു ബുക്ക് ദി ഇലിയഡ്, മറ്റൊന്ന് ദി ഒഡീസി. ഈ ഇലിയഡ് എന്ന് പറയുന്ന ബുക്കിൽ സംസാരിക്കുന്ന സ്റ്റോറി നമ്മൾ ഓൾറെഡി മൂവി ആയിട്ട് കണ്ടതാണ്, ബ്രാഡ് പിറ്റിന്റെ ട്രോയ് എന്ന് പറയുന്ന മൂവി. ആൻഡ് ആ ഒരു ഇലിയഡിന് ശേഷം എന്താണ് നടന്നിട്ടുള്ളതെന്നും അല്ലെങ്കിൽ ആ ഒരു ഒഡീസിസ് എന്ന് പറയുന്ന വാരിയറിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു വാറിന് ശേഷം അയാൾ എന്തൊക്കെ ഫേസ് ചെയ്തെന്നാണ് ദി ഒഡീസി എന്ന് പറയുന്ന ബുക്ക് സംസാരിച്ചിരിക്കുന്നത്. സോ ഈ രണ്ട് പോയമിലും പറയുന്ന ആ ഒരു ഗ്രീക്ക് മിത്തോളജിയിലായിട്ടുള്ള ഒരു എപ്പിക് സാഗയുടെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് യുദ്ധങ്ങൾ നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് മണ്ണിനും മറ്റൊന്ന് പെണ്ണിനും. ഈ ഒരു യുദ്ധം തുടങ്ങുന്നതും ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ്, ഹെലൻ ഓഫ് സ്പാർട്ട. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു. സ്പാർട്ടൻസിന്റെ രാജാവായിട്ടുള്ള മെലനോൺസിന്റെ വൈഫും കൂടിയായിരുന്നു ഹെലൻ ഓഫ് സ്പാർട്ട. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ട്രോയ് എന്ന് പറയുന്ന രാജ്യത്തുള്ള രാജാവിന്റെ രണ്ട് മക്കള് നമ്മളെ സ്പാർട്ടൽ വിസിറ്റ് ചെയ്യായിരുന്നു. ഒരാളുടെ പേര് ഹെക്ടർ, മറ്റൊരാളുടെ പേര് പാരിസ്. സോ ഇവര് വന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഈ പാരിസ് നമ്മളെ മെലോൺസിന്റെ വൈഫായിട്ടുള്ള ഹെലനോൺ സ്പാർട്ടയെ തട്ടിക്കൊണ്ടുപോകും. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു അടിച്ചുകൊണ്ടുപോയി. ഇത് മെലനോൺസ് അറിഞ്ഞു. ആ ഒരു ട്രോയ്ക്കെതിരെ വോർ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിന് വേണ്ടി അയാൾ ആദ്യം വിളിക്കുന്നത് തന്റെ ബ്രദറായിട്ടുള്ള ആഗമനാണ്. ആഗമൻ ഇത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഓക്കെ വാ, നമുക്ക് ട്രോയ് പോയി അറ്റാക്ക് ചെയ്തിട്ട് വൈഫിനെ തിരിച്ചു കൊണ്ടുവരാം. അയാൾക്ക് പുള്ളിക്കാരന്റെ ബ്രദറിന്റെ വൈഫിനെ തട്ടിക്കൊണ്ടുപോയതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പുള്ളിക്കാരൻ ഓൾറെഡി ഈ ഒരു ട്രോയിനെ അറ്റാക്ക് ചെയ്യണമെന്നും ആ ഒരു കൺട്രീനെ പിടിച്ചെടുക്കണമെന്ന് ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒത്തു കിട്ടിയപ്പോൾ അയാൾ ഗ്രീക്കിലുള്ള തന്നെ ഏറ്റവും വലിയൊരു ആർമീനെ ക്രിയേറ്റ് ചെയ്തു. അന്നത്തെ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരുപാട് വാരിയേഴ്സിനെ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു ആർമീനെ തന്നെ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തു ട്രോയ്ക്കെതിരെ. സോ ഈ ആർമിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാരിയർ ആയിരുന്നു ഇത്താക്കയുടെ രാജാവായിട്ടുള്ള ഒഡീസിയസ്. ഒഡീസിയസ് അങ്ങനെ ഈ ഒരു വാറിൽ ജോയിൻ ചെയ്തു. അന്ന് അവിടെ ഉണ്ടായിരുന്ന വാരിയേഴ്സിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വാരിയർ ഒഡീസിയസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിക്കാരുടെ ഒരുപാട് ടെക്നിക്സ് ഉണ്ടായിരുന്നു. ഒരു വാറിൽ പോകുമ്പോൾ ആ ഒരു വാറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ ആ ഒരു വാർ ജയിക്കണം, എല്ലാ കാര്യങ്ങളും A to Z ഒരു വാറിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വാരിയർ ആണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഒഡീസിയസ് ഈ ഒരു വാറിന് പോകുമ്പോൾ കൂടെ ഒരാളെ കൂടി വിളിക്കും. അന്നത്തെ ഒഡീസിയസിനെ പോലെ തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് വാരിയർ ആയിട്ടുള്ള അക്ലസിന് ആദ്യം താല്പര്യമില്ലായിരുന്നു ഈ വാറിന് വരാൻ. പക്ഷെ ഒഡീസിയസ് പറയും, നീ വന്നേ പറ്റൂ, നിന്നെ പോലെ ഒരു വാരിയർ എന്റെ കൂടെ എപ്പോഴും വേണം എന്ന് പറഞ്ഞിട്ട് അക്ലസിനെ കൂടെ വിളിക്കും. സോ അങ്ങനെ എല്ലാവരും കൂടി ഒരു വലിയൊരു ഗ്രീക്ക് ആർമിയുടെ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു യുദ്ധത്തിന് പോവുകയാണ്. ഇവിടെ നിന്നാണ് ആ ഒരു എപ്പിക് സാഗയായിട്ടുള്ള ആ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇനി കാണാൻ പോകുന്ന ക്രിസ്റ്റഫർ നോളന്റെ മൂവി ആയിട്ടുള്ള ഒഡീസിയസിൽ സംസാരിക്കുന്നതായാലും ആ ഒരു ഒഡീസിയസ് എന്ന് പറയുന്ന വാരിയറിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് ആയാലും സിറ്റുവേഷൻസ് ആയാലും അയാൾ എന്തൊക്കെ ഓവർകം ചെയ്ത് വന്നു, എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. സോ അങ്ങനെ ഇവരെല്ലാരും കൂടി ആ ഒരു ട്രോയിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ട്രോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒഡീസിയസ് തന്റെ വൈഫായിട്ടുള്ള പെനലോപ്പിനോട് പറയും, ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരാം, കൂടിപ്പോയ 1-2 ആഴ്ച അതിനുള്ളിൽ വരൂ എന്ന് പറയും. ആൻഡ് അപ്പോൾ തന്റെ മകനായിട്ടുള്ള ടെലിമാക്കസ് ജനിച്ചിട്ടുള്ളൂ, കുഞ്ഞാണ്, കുഞ്ഞുകുട്ടിയാണ്. ആ ഒരു കുഞ്ഞുകുട്ടിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇവർ പോവുകയാണ്. അങ്ങനെ ഈ വലിയ ആർമിയായിട്ട് ഒഡീസിയസും അഗമണോണും അക്ലീസും എല്ലാവരും കൂടി ആ ഒരു ട്രോയുടെ കടൽ തീരത്തെത്തി. ട്രോയ് എന്ന് പറയുന്ന അത്ര ചെറിയ സ്ഥലമൊന്നുമല്ല, പെട്ടെന്ന് പോയോണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. അതിന്റെ ആ ഒരു വാതിലുണ്ടല്ലോ, ഫ്രണ്ട് ഗേറ്റ്, അത് തന്നെ അറ്റാക്ക് ചെയ്യാൻ കുറെ പാടുപെടും. അപ്പോഴാണ് ആ ഒരു സിറ്റിയുടെ അകത്ത് കയറുക എന്ന് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ആർമീസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടിയാണ് ട്രോയ് എന്ന് പറയുന്നത്. സോ അവിടെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. ഇവർ വിചാരിക്കുന്ന വെച്ചാൽ കൂടിപ്പോയ 1-2 ആഴ്ച ആ ഒരു ടൈമിൽ ഈ ട്രോയിലുള്ള എല്ലാവരും കൊന്ന് ടേക്ക് ഓവർ ചെയ്ത് ഹെലോൺ സ്പാർട്ടയെ തിരിച്ച് കൊണ്ടുപോകാന്നുള്ള പ്ലാനാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ആ ഒരു പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുന്ന പ്ലാൻ നടന്നില്ല. അപ്പൊ അവർ വേറെ പുതിയ ഐഡിയാസും കുറെ ടെക്നിക്ക് യൂസ് ചെയ്യും. അത് നടക്കത്തില്ല. അപ്പൊ അവരൊന്ന് വെയിറ്റ് ചെയ്യും, ഓക്കെ ഒരു ചാൻസ് കിട്ടാനായിട്ട്. ഈ വെയിറ്റിംഗ് പീരീഡ് ചെറുതായിട്ടൊന്ന് കൂടും. അത് ഒരു 1 ആഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 2 മാസമോ അല്ല, നീണ്ട 10 വർഷം ഇവർ ആ ഒരു കടൽ തീരത്ത് തന്നെ ഇങ്ങനെ സ്റ്റേ അടിച്ച് നിൽക്കും. ഈ ഒരു ട്രോയുടെ ആ ഒരു വലിയൊരു മതിലിന്റെ അകത്ത് ഇവർക്ക് കയറാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ട്രോയിനെ അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു 10 വർഷത്തിൽ ഇവർ ഈ അടുത്തുള്ള ചെറിയ ചെറിയ സിറ്റീസും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു, അവിടെ സപ്ലൈസ് ഒക്കെ എടുത്തെങ്കിലും ആ ഒരു മെയിൻ സ്പോട്ടായിട്ടുള്ള ട്രോയിനെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് ആ ഒരു മതിലിനെ ഒന്ന് പൊട്ടിക്കാൻ പോലും ഇവർക്ക് പറ്റിയിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ട് നെഞ്ചും പിരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ട്രോയുടെ ആ ഒരു വലിയ ഗേറ്റും. സോ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും മടുത്തു തുടങ്ങി. കാരണം എത്ര വർഷമായി, 1-2 ആഴ്ച എന്ന് പറഞ്ഞ് വന്നതാണ്, ഇത് 10 വർഷമായിട്ട് ഈ കടൽ തീരത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോൾ അക്ലസിന് ചെറിയൊരു ഐഡിയ തോന്നി. അക്ലസ് ആ ഒരു ട്രോയിലുള്ള ഒരു പ്രീസ്റ്റിന്റെ 2 കുട്ടികളെ തട്ടിക്കൊണ്ടുവരും. 2 പെൺകുട്ടികളാണ്. ഇവരെ തട്ടിക്കൊണ്ടുവന്ന് അടിമകളായിട്ട് വെക്കും. അതിൽ ഒരു പെൺകുട്ടീനെ അക്ലസും എടുക്കും, ഒരു പെൺകുട്ടീനെ ആഗമനും എടുക്കും. അപ്പൊ ഈ പ്രീസ്റ്റ് ഒന്ന് ഇവരോട് പറയും, എന്റെ മക്കളെ തിരിച്ചു തരണം, എന്തും തരാന്ന് പറയുമ്പോൾ ഈ 2 പേരും പറയില്ല, പറ്റത്തില്ല, തരത്തില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഈ പ്രീസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രീക്ക് ആർമിയിലോട്ട് ഒരു വലിയ പ്ലേഗിനെ അങ്ങ് ഇറക്കി വിടും, ഒരു വൈറസ് പോലെ. അത് ബാധിച്ച് ഒരുപാട് പേര് മരിച്ചു വീഴുവാണ്. ഇത് അറിഞ്ഞ അഗമനോൺ ഈ ഒരു മോളെ തിരിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ അക്ലസിന്റെ കയ്യിലുള്ള മോള് തിരിച്ചു കൊടുത്തിട്ടില്ല, അത് പുള്ളിക്കാരന്റെ കയ്യിൽ തന്നെയുണ്ട്. സോ ഇത് അറിഞ്ഞ അഗമോനാണ്. കാരണം അഗമോനും അക്ലസിനും ഓൾറെഡി ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. ആൻഡ് ഇവര് തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ
ഞാൻ മോളെ തിരിച്ചു കൊടുത്ത് നീ എന്താടാ കൊടുക്കാട്ടെ എന്ന് പറഞ്ഞ് ഇവര് തമ്മിലൊരു അടിയാവും. ഇവിടെ ഓൾറെഡി വലിയ പ്രശ്നം നടക്കുക. 10 വർഷമായിട്ട് ആ ഒരു കടലിന്റെ തീരത്ത് തന്നെ ഇവന്മാരെല്ലാം ഇരിക്കുക. ഇതൊന്നും അവന്മാർക്ക് വലിയ പ്രശ്നമല്ല. ഇവിടെ വരെ പെണ്ണ് കേസാണ് ഇവന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നം. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അക്ലസിന്റെ ഒരു റൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ അക്ലസിന്റെ ഒരു യൂണിഫോം അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ സ്യൂട്ട് ഇട്ടിട്ട് ആ ഒരു ട്രോയിലോട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. സോ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാരിസ് ഉണ്ടല്ലോ, നമ്മളെ ഹെലോണ സ്പാർട്ടെ തട്ടിക്കൊണ്ടുവന്ന പുള്ളിക്കാരന്റെ ബ്രദർ ആയിട്ടുള്ള ഹെക്ടർ ഈ ഒരു അക്ലസിന്റെ റൈറ്റ് ഹാൻഡിനെ കൊല്ലും. പക്ഷെ ഹെക്ടർ വിചാരിക്കുന്ന വെച്ചാൽ അത് അക്ലസ് എന്നാണ്. കാരണം അക്ലസിന്റെ ഹാർബറിലാണല്ലോ ആ ഒരു റൈറ്റ് ഹാൻഡ് പോയത്. ഇതറിഞ്ഞ അക്ലസ് 1v1 വിളിക്കും ഹെക്ടർ ആയിട്ട്. അതായത് പുള്ളിക്കാരന്റെ റൈറ്റ് ഹാൻഡിനെ കൊന്നു, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് വാ, നമുക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാം, ആര് ജയിക്കണോ നോക്കാം. അങ്ങനത്തെ ഫൈറ്റിൽ നമ്മൾ അക്ലസ് ജയിക്കും. ആ ഒരു ഹെക്ടറിനെ കൊല്ലും. കൊന്നിട്ട് തന്റെ ബോഡി വിട്ടുകൊടുക്കാതെ വെച്ചിരിക്കും. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ട്രോയുടെ രാജാവ് വന്നിട്ട് എന്റെ മകന്റെ ബോഡി തിരിച്ചു വേണമെന്ന് പറയും. അത് അക്ലസ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ പുള്ളിക്കാരന്റെ വിഷമവും പുള്ളിക്കാരൻ പറയുന്ന സങ്കടമൊക്കെ കേട്ടിട്ട് ആ ബോഡി തിരിച്ചു കൊടുക്കും. ഇതുവരെയാണ് ഹോമറിന്റെ ഇലിയഡ് എന്ന് പറയുന്ന ബുക്കിൽ സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന് ശേഷമുള്ള ഇവന്റ്സ് എല്ലാം ഒഡീസി എന്ന് പറയുന്ന ബുക്കിലാണ്. അങ്ങനെ ഈ ഒരു ഇവന്റ്സിനൊക്കെ ശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കാമായിട്ട് എല്ലാം സെറ്റിൽ ആകുമ്പോൾ നമ്മൾ ഒഡീസിയസ് ഒരു പ്ലാൻ ഇടും. പ്ലാൻ ഇടുന്നതിന്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല. കാരണം 10 വർഷമായി ഇവർ ഈ കടൽ തീരത്തിരിക്കുന്നത്. 1-2 ആഴ്ചയിൽ ആ ട്രോയിനെ അറ്റാക്ക് ചെയ്ത് ടേക്ക് ഓവർ ചെയ്തിട്ട് നാട്ടിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞവരാണ് 10 വർഷമായി. 10 വർഷമായിട്ട് ഈ കടൽ തീരത്തിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു കുതിര ഉണ്ടാക്കും. വലിയൊരു തടിയിൽ ഉണ്ടാക്കിയ ഒരു കുതിര. ആ ഒരു കുതിരയുടെ പേരാണ് ട്രോജൻ ഹോഴ്സ്. ഈ ഒരു ഗ്രീക്ക് മെത്തോളജിയിലൊക്കെ ഉള്ളതുപോലെ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ് അത്. അതിനുണ്ടാക്കിയിട്ട് ആ ഒരു കടൽ തീരത്ത് വെച്ചിട്ട് ഇവരെല്ലാവരും അങ്ങ് പോകും. ഇത് നമ്മളെ ട്രോയിലുള്ള രാജാവും മന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരും കാണും. അപ്പൊ അവർ നോക്കുമ്പോൾ കടൽ തീരത്ത് 10 വർഷമായിട്ട് തമ്പടിച്ചിരുന്ന നമ്മളെ ഗ്രീക്കിലെ ആരെയും കാണാനില്ല. അല്ലെങ്കിൽ ഒഡീസിസിനെയോ അല്ലെങ്കിൽ ആഗമോണനെയോ അക്ലസിനെയോ ആരെയും കാണാനില്ല. ഒരു മനുഷ്യ കുഞ്ഞും അവിടെ ഇല്ല. ഈ ഒരു വലിയ സ്റ്റാച്ചു മാത്രമുണ്ട്. അപ്പൊ അതിലെ കുറച്ചുപേര് പറയും അവർ തോറ്റു പിന്മാറി, അവർ അതിന്റെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തു വെച്ചതായിരിക്കും, ഇത് നമുക്ക് അകത്തോട് കൊണ്ടുപോകാം, കാരണം ഗേറ്റ് തുറന്ന് ആ ഒരു ട്രോയിലോട്ട് കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ കുറച്ചുപേര് പറയും വേണ്ട, ഇതിൽ എന്തെങ്കിലും ഒരു ശാപോ എന്തെങ്കിലും കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയായിരിക്കും, അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ കടൽത്തീരത്തിരിക്കട്ടെ, എടുക്കണ്ടെന്ന് പറയും. അപ്പൊ ബാക്കിയുള്ളവർ പറയും ഇല്ല, എടുക്കണം, ഇത് അവര് തോറ്റേന്റെ ഇതായിട്ട് തന്നിട്ട് പോയതാണ്, നമുക്ക് ഇതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം. എന്നിട്ട് എല്ലാവരും കൂടി ഈ ഒരു കുതിരേനെ ആ ഒരു ട്രോയുടെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കൊണ്ടുപോകും. ഈ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര പാട്ടും ആഘോഷവും ഒക്കെയാണ്. കാരണം ആ ഒരു ഗ്രീക്ക് ആർമി തോറ്റിട്ട് ഇവിടെ വെച്ചിട്ട് പോയ ഒരു സ്റ്റാച്ചു ആണല്ലോ. സോ അതിനകത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്ര വലിയ സെലിബ്രേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ട്രോയ്ക്കാർ ചെയ്തത്. കാരണം ഈ ഒരു കുതിരയുടെ അകത്ത് നമ്മളെ ഒഡീസസിന്റെ ഒരു ബെസ്റ്റ് കുറച്ച് വാരിയേഴ്സും അകത്തുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കടൽ തീരത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു. ട്രോയിൽ എല്ലാവരും രാത്രി ഇങ്ങനെ ഉറങ്ങിയതിനു ശേഷം ഈ ഒരു കുതിരയുടെ അകത്തുനിന്ന്, അതായത് വലിയൊരു പ്രതിമയാണ്, തടിയിലുണ്ടാക്കിയ വലിയൊരു പ്രതിമ, അതിന്റെ അകത്തുനിന്ന് നമ്മുടെ ഒഡീസസും തന്റെ വാരിയേഴ്സും ഒക്കെ പുറത്തിറങ്ങിയിട്ട് ഈ ഒരു വലിയ ഗേറ്റ് അങ്ങ് തുറന്നു കൊടുക്കും. ഇത് തുറന്നു കൊടുക്കുന്നതും ആ ഒരു ഒളിച്ചിരുന്ന എല്ലാ ആൾക്കാരും കയറി അറ്റാക്ക് ചെയ്യും. ഈ ഒരു സീൻ നിങ്ങൾ വേറൊരു സീരീസിലോ അല്ലെങ്കിൽ വേറൊരു സ്റ്റോറിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വൈക്കിങ്സിൽ റാഗ്നർ ഇതുപോലത്തെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പാരിസിന്റെ അകത്തോട്ട് പോകുന്നത്. ഈ ഒരു കുതിരയായിട്ടൊന്നല്ല, പുള്ളിക്കാരന് വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് അകത്ത് കയറുന്നത്. സോ അങ്ങനെ ഈ ഒരു ഗ്രീക്ക് ആർമിയും ഒഡീസസും എല്ലാവരും കൂടി ഇതിന്റെ അകത്ത് കയറി ആ ഒരു രാത്രി എല്ലാവരെയും അങ്ങ് കൊല്ലും. അതിന്റെ അകത്ത് ഒരു വലിയൊരു കെയോസ് അല്ലെങ്കിൽ ഒരു വോർ തന്നെ നടക്കും. കാരണം ഇവരെല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട്. മറ്റുള്ളവർ ഇവർ തോറ്റുപോയെന്ന് പറഞ്ഞ് കള്ളം കുടിച്ച് ചില്ലാട്ടങ്ങ് ഇരിക്കുമായിരുന്നു. പെട്ടെന്നുള്ളൊരു അടിയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ കാട്ടു തീ പോലെ ആ ഒരു ഗ്രീക്ക് ആർമി പടർന്ന് ആ ഒരു ട്രോയിനെ മൊത്തത്തിൽ ഇല്ലാതാക്കും. അന്ന് രാത്രി ട്രോയ് വീഴും. ട്രോയിനെ നമ്മളെ ഗ്രീക്ക് ആർമി ടേക്ക് ഓവർ ചെയ്യും. ആ ഒരു ട്രോയ് വീഴുന്ന സമയത്ത് വേറൊരു ആളും കൂടി മരിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അക്ലസ് ആണ്. അക്ലസ് നമ്മളെ പാരിസിന്റെ അമ്പ് കൊണ്ടാണ് മരിക്കുന്നത്. പാരിസ് എന്ന് പറയുന്നത് നമ്മളെ ഹെലോണോൺ സ്പാർട്ടെ അടിച്ചുകൊണ്ട് വന്ന മൂപ്പരാണ്. അതിനുശേഷം ഹെലോണോൺ സ്പാർട്ട തിരിച്ച് മെലനോസിന്റെ അടുത്ത് പോവുകയും പിന്നീട് ഹെലോണോൺ സ്പാർട്ടയുടെ ജീവിതകാലം മുഴുവനും ജീവിച്ചെന്നാണ് ആ ഒരു ബുക്കിൽ സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും ട്രോയ് എന്ന മൂവിയിൽ വരുമ്പോൾ അത് വേറൊരു സ്റ്റൈലാണ് ആ ഒരു മൂവിയുടെ എൻഡിങ് കൊണ്ടുവരിക്കുന്നത്. അതായത് പാരീസും കുറച്ച് ആൾക്കാരും ഹെലോണോൺ സ്പാർട്ടയും അവിടെ നിന്ന് രക്ഷപ്പെടും. ഇതുവരെയാണ് ഹോമറിന്റെ ദി ഇലിയഡിലും അല്ലെങ്കിൽ ട്രോയ് എന്ന മൂവിയിൽ സംസാരിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്നതും എല്ലാം ഒഡീസസിന്റെ സ്റ്റോറിയാണ്. സോ ആ ഒരു വോറും ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും തിരിച്ച് അവരുടെ രാജ്യങ്ങളിലൊക്കെ തിരിച്ചു പോയി. സോ ഇനി തിരിച്ചു പോകുന്നത് നമ്മളെ ഒഡീസസിന്റെ ആ ഒരു ആർമിയും കൂടി ഇത്താക്കലോട്ടാണ്. കാരണം ഇവർ മടുത്തു, 10 വർഷമായില്ല ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ മടുത്തിരിക്കുകയാണ്, എങ്ങനെങ്കിലും നാടെത്തിയാൽ എന്ന് പറയുന്ന രീതിക്കാണ് അവർ തിരിക്കുന്നത്. അങ്ങനെ തിരിക്കുമ്പോൾ പിന്നീട് ഇവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 10 വർഷത്തിൽ ഇവർ ഫേസ് ചെയ്തതിനേക്കാളും 1000 മടങ്ങ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പിന്നീട് അങ്ങോട്ട് ആ ഒരു യാത്രയിൽ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന യാത്രയിൽ ഫേസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒഡീസീസും തന്റെ ആർമിയും തിരിച്ച് ഇത്താക്കലോട്ട് പോകാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, കുറച്ച് ദൂരമുണ്ട്. ആൻഡ് കയ്യിൽ സപ്ലൈസ് ഒന്നും ഇല്ല, കാരണം കുറച്ചങ്ങ് പോകണം. ആൻഡ് ഈ യുദ്ധത്തിൽ ട്രോയിലെല്ലാം എല്ലാം അടിച്ച് നശിപ്പിച്ച കാരണം ഇവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, സപ്ലൈസ് ഒന്നും ഇല്ല, തിരിച്ച് നാട്ടിൽ പോകുന്നല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്ലാൻ ചെയ്യും ട്രോയിയുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം അറ്റാക്ക് ചെയ്യാം. അങ്ങനെ ഇവരെ പോകുന്ന സ്ഥലമാണ് സിക്കോൺസ് എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് പെട്ടെന്ന് ഒരു ഫൈറ്റ് നടത്തും. കാരണം അവിടുത്തെ ആൾക്കാർ ഒരു വലിയൊരു ഓറൊന്നും പ്രതീക്ഷിക്കുന്നത്, അവരിങ്ങനെ പീസായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒഡീസും ഗ്യാങ്ങും പെട്ടെന്ന് സിക്കോൺസിൽ കയറി ചെന്നിട്ട് അവിടെ ഉള്ള എല്ലാവരും കൊന്ന് അവരുടെ ഫുഡും സപ്ലൈസ് ഒക്കെ എടുക്കും. എന്നിട്ട് ഇവർ പറയും ഓക്കെ, എന്തായാലും എല്ലാവരും കൊന്നു, എല്ലാവരും മരിച്ചു, വേറെ ആരും ബാക്കിയില്ല, നമ്മുടെ ഒഡീസസും ഗ്യാങ് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നാളെ ഇവിടെ നിന്ന് സെയിൽ തുടങ്ങാമെന്ന് ഒരു പ്ലാൻ ചെയ്യും. ഇതാണ് ഈ ഒരു യാത്രയുടെ ആദ്യത്തെ ഒരു മണ്ടത്തരം
യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സിക്കോൺസിൽ രക്ഷപ്പെട്ടു പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവർ വലിയൊരു ആർമീനെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. അതായത് തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി പറയും, ഇങ്ങനെ ഞങ്ങളെ ഒരു ഗ്രീക്ക് ആർമി അറ്റാക്ക് ചെയ്തു, ഞങ്ങൾക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഒരു വലിയ ആർമീനെ ക്രിയേറ്റ് ചെയ്തിട്ട് രാത്രി നമ്മുടെ ഒഡീസിയസും ആൾക്കാരും കിടന്ന് ഉറങ്ങുമ്പോൾ വന്ന് അറ്റാക്ക് ചെയ്യും. കാരണം ഇവരും ഇതുപോലെയാണല്ലോ, ഓർക്കപ്പുറത്തുള്ള അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുവാണ്. കാരണം ഈ രക്ഷപ്പെട്ടു പോയ ഒരു വലിയ ടീമൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ആർമിനെ അറ്റാക്ക് ചെയ്യണമല്ലോ. ആ ഒരു ഫൈറ്റിൽ ഒഡീസിയസിന്റെ ഗാങ്ങിലുള്ള ഒരുപാട് പേര് മരിക്കും. അങ്ങനെ ഒഡീസിയസ് തന്റെ ആർമീസിനെ വിളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒഡീസിയസ് പറയും, എന്തായാലും കുറച്ച് സപ്ലൈസും ഫുഡൊക്കെ കിട്ടി, ഇനി ഇതൊക്കെ മതി, ഇനി വേറെ എവിടെയും നിർത്തണ്ട, നമുക്ക് നേരെ നാട്ടിലോട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞ് ഇവർ സെയിൽ തുടങ്ങും. അങ്ങനെ ഇത്താക്കിനെ അടുത്തെത്താറായി, അതായത് ഇത്താക്ക് എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റടിക്കും. ഈ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് ഇവർക്ക് ഇത്താക്കിലോട്ട് എത്താൻ പറ്റത്തില്ല. കാരണം ബോട്ട് അടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ജസ്റ്റ് ഒന്ന് വേറെ റൂട്ട് എടുത്ത് പോകുന്നുള്ള രീതിക്ക് ഇവർ കപ്പൽ തിരിക്കും. അടുത്ത പണി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അവർ അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ട് വേറൊരു ഐലൻഡിലോട്ട് പോകും. ഇവർ അവിടെ എത്തുമ്പോൾ ഒഡീസസ് വിചാരിക്കും, ഓക്കെ ഇവിടെ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല, സമാധാനത്തിന്റെ ഐലൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ ഒരു ഐലൻഡിൽ ഇറങ്ങി സപ്ലൈസിന് വേണ്ടിയിട്ട് നടക്കും. കാരണം സപ്ലൈസ് ആവശ്യമുണ്ട്, കുറച്ച് കാലം ഇങ്ങനെ പോകാനുള്ളത്, കാരണം വഴിതെറ്റി വന്നതല്ലേ. അങ്ങനെ ഒഡീസസും തന്നെ ആർമി എല്ലാവരും കൂടി ചേർന്ന് ഒരു കേവിന്റെ അകത്ത് കയറും. ആ ഒരു ഗുഹയിനകത്ത് കയറുമ്പോൾ അവിടെ സപ്ലൈസും ഫുഡും എല്ലാം ഉണ്ട്. ആവശ്യത്തിലധികം ഉണ്ട്, ഒരുപാടുണ്ട്. 1-2 പേർക്കുള്ളത് അല്ലെങ്കിൽ ഒരു 10-500 പേർക്കും ഇനിയും ആൾക്കാർ വന്ന് അവർക്കും തികയുന്ന രീതിക്കുള്ള സപ്ലൈസ് ആ ഒരു കേവിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ആ ഒരു കേവ് ആരുടേതാണെന്ന് ചോദിച്ചാൽ സൈക്ലോപ്സിന്റെ ആണ്. സൈക്ലോപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു ജയന്റ് ആണ്, ഒരു വലിയ ജയന്റ് ആണ്. ഈ ഒരു ഒറ്റ കണ്ണൊക്കെ ഉള്ള ഈ ഒരു സൈക്ലോപ്സിന്റെ പേരാണ് പോളിഫേമസ്. സോ ഈ സൈക്ലോപ്സ് എന്ന് പറയുന്ന കിങ് ഓഫ് സീ എന്ന് പറയുന്ന പൊസൈഡോന്റെ മകനാണ്. ഇവരുടെ മെയിൻ ജോലി എന്താന്ന് വെച്ചാൽ ആട്ടിനെ മേയ്ക്കുന്നതാണ്. ലൈക്ക് ഇവർക്ക് ഒരുപാട് ആടുകളുണ്ട്, ഒരുപാട് ജൈൻസ് ഉണ്ട് ആ ഒരു ഐലൻഡിൽ. ഇവരെല്ലാവരും രാവിലെ എണീക്കും, ആടിനെ മേയ്ക്കും, തിരിച്ച് കേവിലോട്ട് വരും. ഇതാണ് ഇവരുടെ പരിപാടി. സോ അങ്ങനെയാണ് ഈ സൈക്ലോപ്സ് ആടിനെയും കൊണ്ട് രാവിലെ ആ ഒരു പുറത്തോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഒഡീസസും ഇവരുടെ ടീം എല്ലാവരും കൂടി ഈ ഒരു കേവിന്റെ അകത്ത് കയറുന്നത്. സോ ഇവരിങ്ങനെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് സപ്ലൈസ് ഒക്കെ എടുക്കുമ്പോൾ ഒഡീസി പറയും, നമ്മളെ കയ്യിൽ കുറച്ച് വൈനില്ലേ, അത് ഇവിടെ കൊടുത്തിട്ട് പോകാം. കാരണം നമ്മളെന്തായാലും ഒരുപാട് ഫുഡും സപ്ലൈസ് ഒക്കെ എടുത്തു, അപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് കൊടുത്തിട്ട് വരണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവരെല്ലാരും കൂടി കപ്പലിൽ പോയിട്ട് ഇവര് വൈൻ കൊണ്ടുവരും. കാരണം ഇവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭയങ്കര വീര്യം കൂടിയ വൈനാണ്, കുടിച്ച കിളി ഉറക്കുന്ന ടൈപ്പ് ഓഫ് വൈനാണ്. ആ ഒരു വൈൻ ഇങ്ങനെ കൊണ്ടുവന്ന് അകത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ആട്ടിനെ മേയ്ക്കാൻ പോയ ആ ഒരു ജയന്റ് തിരിച്ചു വരുന്നത്. ജയന്റ് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ ആ ഒരു ഗുഹയിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ജയന്റ് അകത്ത് കയറി ആ ഒരു കേവിന്റെ വാതിൽ അങ്ങ് അടയ്ക്കും. ഒരു വലിയ പാറ കൊണ്ട് കഥവ് അങ്ങ് അടയ്ക്കും. ഇപ്പോൾ ഒഡീസിയസും തന്നെ ഗ്രീക്ക് ആർമി അതിന്റെ അകത്ത് ട്രാപ്പായി പോകുന്നുണ്ട്. സോ ഈ ഒരു സീൻ നമ്മളെ ഒഡീസസ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിലറിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ജയന്റ് ഈ വാതിലൊക്കെ അടച്ചിങ്ങനെ അകത്ത് കയറി വന്നിട്ട് നമ്മുടെ ഒഡീസസിന്റെ ആർമിയിലുള്ള 2 പേരെടുത്ത് അങ്ങ് വിഴുങ്ങും. കാരണം പുള്ളിക്കാരൻ ഇതൊരു ടച്ചിങ്സ് ആണ്, പുള്ളിക്കാരൻ വിഴുങ്ങിയിട്ട് അവിടെ ഇരിക്കും. ഇപ്പോൾ ഒഡീസസ് മനസ്സിലായി, പണി കിട്ടി, ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. കാരണം ആ ഒരു വലിയ പാറ ഇവരെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഇവരെ നല്ല ഒരു 10-500 ആൾക്കാർ, ഒരു 5000 പേരെങ്കിലും വേണം ആ ഒരു വലിയ പാറ, ആ ഒരു കേവിന്റെ എൻട്രൻസിലുള്ള പാറ മാറ്റാനായിട്ട്. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഒരു ജയന്റ് രാവിലെ എണീക്കും, ഇതുപോലെ 2 ആൾക്കാരെ അടുത്ത് വിഴുങ്ങും, അതിന്റെ ആ ഒരു ആടുകളെയും കൊണ്ട് മേയ്ക്കാനായിട്ട് പുറത്തോട്ട് പോകും. ഈ പുറത്തോട്ട് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ഭയങ്കര ശ്രദ്ധയോടെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒഡീസസും ആ ഒരു ഗ്രീക്ക് ആർമി പുറത്തു പോകാതെ അതിന്റെ തന്നെ ട്രാപ്പ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്തിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പം ഒഡീസസ് മനസ്സിലായി, നമുക്ക് ഇനി ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു വഴി ചെയ്യാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവൻ തന്നെ രാത്രി വന്ന് എല്ലാവരുടെ അടുത്ത് വിഴുങ്ങുമെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ആ ഒരു കേവിന്റെ അകത്ത് ഒരു വലിയൊരു മരകഷ്ണമുണ്ട്, ലൈക്ക് ഒരു വുഡ്. അതിന് ഇവരെല്ലാരും കൂടി ലൈക്ക് ആ ഒരു സൈക്ലോപ്സ് ഇവിടെ ഇല്ലല്ലോ, ആ ഒരു ടൈമിൽ എല്ലാരും കൂടി കട്ട് ചെയ്ത് ഇതിനെ ഭയങ്കര മൂർച്ചയുള്ള ഒരു വെപ്പനായിട്ട് മാറ്റും. എന്നിട്ട് ആ ഒരു വെപ്പൻ ഇവരെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ ഒരു ജയന്റ് തിരിച്ചു വന്നതിന് ശേഷം ജയന്റിന്റെ അടുത്ത് ഒഡീസസ് പറയും, എന്തായാലും പോയി നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ, കുറച്ച് റെസ്റ്റ് വേണം, അതുകൊണ്ട് ഞങ്ങളതിൽ കുറച്ച് വൈനുണ്ട്, ഞങ്ങൾ നിങ്ങളെ ഫുഡൊക്കെ എടുത്താണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഈ ഒരു വൈൻ കുടിക്കണം, അടിപൊളി ഐറ്റമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈക്ലോപ്സിന് കൊടുക്കും. സൈക്ലോപ്സ് പൊട്ടൻ അത് അതുപോലെ എടുത്ത് വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യും. ഈ കുടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ഭയങ്കര ഇതിൽ ആ ഒരു മയക്കത്തിൽ അങ്ങ് പോകും. കാരണം അത്ര വീര്യം കൂടി വൈനാണ്. അയാൾക്ക് 1-2 ഗ്ലാസ് അല്ലല്ലോ, വലിയ ഇതെടുത്ത് കുടിക്കണ്ടേ. അത് കുടിച്ചപ്പോൾ മൂപ്പര് ഭയങ്കര ഇതിൽ ഓഫായി. ഈ ഓഫായ സമയത്ത് നമ്മൾ ഒഡീസസും ഗ്യാങ് എല്ലാവരും കൂടി ഈ ഒരു വലിയ വെപ്പം വെച്ചിട്ട് നമ്മുടെ സൈക്ലോപ്സിന്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കണം. ലൈക്ക് ഒരു കണ്ണല്ലേ ഉള്ളൂ, കുത്തിപ്പൊട്ടിച്ചപ്പോൾ പുള്ളിക്കാരൻ കിടന്ന് ഭയങ്കര ബഹളം വെപ്പും കരച്ചിലൊക്കെ ആയി അടുത്തുള്ള കേവ്സിലുള്ള സൈക്ലോപ്സ് ഒക്കെ ഇറങ്ങി വന്ന സമയത്ത് പുള്ളിക്കാരനോട് ചോദിച്ചു, എന്താ പറ്റിയത്, നീ എന്തിനാ കരയുന്ന, ഡോർ വർക്ക് എന്താണ് ഇഷ്യൂ എന്ന് ഓർക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, നോബഡി ഈസ് അറ്റാക്കിംഗ് മീ എന്ന് പറയും. ഈ നോബഡി എന്താന്ന് വെച്ചാൽ ഈ ഒരു വൈൻ കുടിക്കുന്നതിന് മുന്നേ നമ്മൾ ഒഡീസസിനോട് ഈ ഒരു സൈക്ലോപ്സ് ചോദിക്കും, നീ ആരാണ്, നിന്റെ പേരെന്താണ്, നിങ്ങൾ ആരൊക്കെ ആരാണെന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഒഡീസസ് പറയും, ഞാൻ ആരുമല്ല, എന്റെ പേര് നോബഡി എന്നാണ്, ഞാനിങ്ങനെ വന്ന് പെട്ടതാണ് ഇവിടെ കയറി, അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ഐഡന്റിറ്റി ഒന്നുമില്ല, എന്റെ പേര് നോബഡി, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പം നമ്മളെ സൈക്ലോപ്സിന്റെ മനസ്സിൽ ഇയാളുടെ പേര് നോബഡി എന്നാണ്. അപ്പം ഈ ഒരു കരച്ചിലും ബഹളമൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ള എല്ലാ സൈക്ലോപ്സും ഈ ഒരു കേവിന്റെ അടുത്ത് എത്തി. അപ്പൊ പറയും നോബഡി അറ്റാക്ക് ചെയ്യണം. നോബഡി അറ്റാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും അവൻ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാ സൈക്ലോപ്സും തിരിച്ചു പോകും. അങ്ങനെ പുള്ളിക്കാരന്റെ കണ്ണും പോയി, പുള്ളിക്കാരൻ ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ ആയി. ഈ നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമ്മുടെ ഒഡീസസ് പറയും, എന്തായാലും പുള്ളിക്കാരൻ ആടിനെ മേയ്ക്കാൻ ആ ഒരു
ഡോറ് തുറക്കും, അല്ലെങ്കിൽ ആ ഒരു പാറ മാറ്റും. അപ്പോൾ ആ ഒരു ആടിന്റെ ഇറങ്ങിന്റെ കൂടെ നമുക്കങ്ങ് ഇറങ്ങാം, രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ ഒരു സൈക്ലോപ്സ് ആ ഒരു ഡോറിന്റെ എൻട്രൻസിൽ പോയി ഇരുന്നിട്ട് ആടിനൊക്കെ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ആട് ഓരോന്ന് വരി വരിയായിട്ട് അങ്ങ് ഇറങ്ങും. ഈ ഇറങ്ങുന്ന സമയത്ത് ആടിന്റെ മേളിൽ ഇയാൾ തൊട്ട് നോക്കും, അത് ആടാണോ അതോ ഈ ഗ്രീക്ക് ആർമി ഇറങ്ങി പോകുന്നതാണോ. അയാൾ ഇങ്ങനെ ആ ഒരു ആടിന്റെ മേലിൽ കൈവച്ച് തൊട്ട് ചെക്ക് ചെയ്ത് വിടുന്നത്. അത് പണിയാണ്, കാരണം അതിന്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി നിങ്ങൾ കൈ കിട്ടുന്ന മനുഷ്യരാണെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് വിഴുങ്ങും. അപ്പോൾ ഒഡീസി അടുത്തൊരു പ്ലാൻ കൂടി ഇടും. ചെക്ക് ചെയ്യുന്ന സമയത്ത് മേളിലാണല്ലോ പിടിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ആടിന്റെ അടിഭാഗത്ത് ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ആടിന്റെ അടിയിൽ ഇങ്ങനെ ഹാങ് ആയി നിൽക്കും. എന്നിട്ട് ആട് പാസ്സാകുമ്പോൾ കൂടെ അങ്ങ് പോകാന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്യും. അങ്ങനെ എല്ലാവരുമായിട്ട് ആടുകളുടെ അടിയിൽ ആ ഒരു കയറ് വെച്ച് കെട്ടിയിട്ട് രക്ഷപ്പെടും. പക്ഷെ സൈക്ലോപ്സിനെ അറിയത്തില്ല രക്ഷപ്പെടുന്നുള്ള കാര്യം, കാരണം പുള്ളിക്കാരൻ എല്ലാ ആടുകളുടെയും മേലാ തൊട്ട് നോക്കണം. അപ്പൊ മനസ്സിലാവും ആടാണ്, മനുഷ്യരാരും പോയിട്ടില്ല. അങ്ങനെ ഈ ഒഡീസിയും തന്റെ ഗ്രീക്ക് ആർമിയും ഒരുവിധം ആ ഒരു കേവിന്റെ അകത്തുനിന്ന് ആ ഒരു സൈക്ലോപ്സിനെ രക്ഷപ്പെട്ട് ബോട്ടിൽ കയറി രക്ഷപ്പെടും. ഈ ഒരു തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒഡീസിയസിന് ചെറിയൊരു മാസ് ഡയലോഗ് ഓടിക്കണം തോന്നി. അപ്പൊ തന്നെ കൂവി വിളിച്ച് പറയും, എടാ പൊട്ട, എന്റെ പേര് ഒഡീസി, ആ ഒരു ട്രോയിനെ കീഴ്പ്പെടുത്തിയ ഞാനും എന്റെ ടീമാണ്, ഓർമ്മ വെച്ചോ, എന്റെ പേര് ഒഡീസി എന്നൊക്കെ പറഞ്ഞ് വൻ മാസ് ഡയലോഗ് അടിക്കും. അപ്പൊ പുള്ളിക്കാരൻ നേരെ ആ ഒരു കടലിന്റെ തീരത്ത് വരും. കാരണം പുള്ളിക്കാരന്റെ ഒരു കണ്ണ് പോയല്ലോ. പക്ഷെ ആ ഒരു കപ്പലെടുത്ത് പോകുന്നേ ഉള്ളൂ, കാരണം ഇവർക്ക് ഹ്യൂമൻ സ്പീഡാണ്, മറ്റത് ജയന്റ് ആണ്. അവരിങ്ങനെ കപ്പൽ തുഴയണ സമയത്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്യും, നമ്മുടെ സൈക്ലോപ്സ് എന്ത് ചെയ്യും, വലിയ വലിയ പാറ എടുത്ത് എറിയും ഈ ഒരു കപ്പലിലോട്ട്. പക്ഷെ ഒഡീസിയസും തന്നെ ഗ്രീക്ക് ആർമിയും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അതിൽ നിന്ന് സ്കൂട്ടായി അങ്ങ് പോകും. പക്ഷെ ഇത് ഭയങ്കര വിഷമം ഉണ്ടാകും സൈക്ലോപ്സിന്, കാരണം പുള്ളിക്കാരനെ ഇത്രയും ചെറിയ ആൾക്കാർ അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരനെ ഇല്ലാണ്ടാക്കി കണ്ണൊക്കെ കുത്തി പൊട്ടിച്ച് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒഡീസി മാസ് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ടുണ്ട്. കാരണം എന്റെ പേര് ഒഡീസി, നീ മറക്കരുത്. ഇതെല്ലാം കേട്ട് മനസ്സിന്റെ അതൊരു വിഷമം കൊണ്ടിട്ട് നമ്മൾ സൈക്ലോപ്സ് തന്റെ അച്ഛനായിട്ടുള്ള പൊസൈഡോനോട് വിഷമം പറയും. ഇങ്ങനെ ഇവര് വന്നു, എന്നെ കണ്ണ് കുത്തി പൊട്ടിച്ചു, ഞാൻ ആകെ വിഷമത്തിലാണ്, എനിക്ക് അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവർ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ തന്റെ മകന്റെ കണ്ണീര് കണ്ട ആ ഒരു അച്ഛൻ, ലൈക്ക് ഹീസ് എ കിങ് ഓഫ് സീസ് അല്ലേ, പുള്ളിക്കാരൻ ഒരു ശാപം കൊടുക്കും. ഇത് ഒഡീസി അറിയുന്നില്ല. ഈ ശാപം എന്താന്ന് വെച്ചാൽ, നീ കടലിൽ കിടന്ന് നരയിക്കും, നീ കരയെത്തും, അതായത് നീ നിന്റെ നാടെത്തും, നിന്റെ നാട്ടിലോട്ട് നീ എത്തും. പക്ഷെ നിന്റെ കൂടെ ഒരു മനുഷ്യനും കാണൂല, നിന്റെ ബോട്ട് കാണത്തില്ല, എല്ലാവരും മരിച്ച് നീ മാത്രം ഗതി കെട്ട് അവസാനം മരിച്ചാൽ മതി എന്നാവുമ്പോൾ നീ നിന്റെ മണ്ണിലോട്ട് എത്തുമെന്ന് ഒരു ശാപം കൊടുക്കും. ഇത് ഒഡീസി അറിയുന്നില്ല. ഒഡീസി മറ്റേ കണ്ണും കുത്തി പൊട്ടിച്ചെന്ന് പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ചിങ്ങനെ പോവുകയാണ്. ഈ ഒരു ശാപം നിങ്ങൾ ഓർത്തു വെച്ചാൽ പിന്നീട് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന ഇവന്റ്സിന്റെ ഒക്കെ തുടക്കം, അല്ലെങ്കിൽ ഇവർ ഫേസ് ചെയ്ത സിറ്റുവേഷൻസിന്റെ ഒക്കെ ആ ഒരു തുടക്കം ഇവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ ഒഡീസിയസും ആർമിയും ഈ ഒരു സൈക്ലോപ്സിന്റെ രക്ഷപ്പെട്ട സന്തോഷത്തിൽ വേറൊരു ഐലൻഡിൽ പോയി എത്തും. അവിടെ പോകുമ്പോൾ ഇവർക്ക് നല്ലൊരു സ്വീകരണമൊക്കെ കൊടുത്ത് അവിടുത്തെ രാജാവ് ഇവർക്ക് ഫുഡും സപ്ലൈസും എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഒഡീസിയസിന്റെ കയ്യിൽ ഒരു ചാക്ക് കൊടുക്കും. അതിൻ്റെ അകത്ത് കാറ്റാണ്, ഭയങ്കര സ്പീഡിൽ പോകുന്ന കാറ്റാണ്. എന്നിട്ട് പറയും, ഇത് നീ വെച്ചോ, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇതെല്ലാം ഫേസ് ചെയ്ത് ഇവിടെ വന്നതല്ലേ, ഈ ഒരു കാറ്റ് ഉപയോഗിച്ച് നിന്റെ വീട്ടിലോട്ട് ഇത്താക്കല് പെട്ടെന്ന് പോകാന്ന് പറയും. അപ്പോൾ ഒഡീസി പറയും, നന്ദിയുണ്ട്, കാരണം എന്തായാലും ഇവിടെ നിന്ന് പോകാൻ ഒരുപാട് ടൈം എടുക്കും, ഇതിന്റെ ഒരു പവറിൽ പെട്ടെന്ന് പോകാന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ ഇത് എടുത്തുകൊണ്ട് വരും. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അറിയത്തില്ല ഇതിന്റെ അകത്ത് കാറ്റാണെന്നും അല്ലെങ്കിൽ മാജിക്കൽ പവർ ഉള്ളതെന്നും. എല്ലാവരും വിചാരിക്കുന്ന സ്വർണ്ണമാണെന്നാണ്. അങ്ങനെ യാത്ര തുടങ്ങി ഇത്താക്കിയുടെ അടുത്തെത്താറായപ്പോൾ നമ്മുടെ ഒഡീസസ് ഓക്കെ എന്തായാലും നാടെത്തി, ആ ഒരു കര കാണാം, കുറച്ചേരം മയങ്ങാം, കാരണം ഓക്കെ റെസ്റ്റ് വേണം, നാട്ടിൽ പോയി ഇറങ്ങി വൈഫിനെയും കുട്ടികളൊക്കെ കാണാനുള്ളതല്ലേ, ഇത്രയും വർഷം കഴിഞ്ഞ് പോവുമല്ലേ അവര്. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാർ ഈ ഒരു ചാക്കിനകത്ത് സ്വർണ്ണമാണെന്നും നിധിയാണെന്നും പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഇതങ്ങ് തുറക്കും. ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാജിക്കൽ പവർ ചേർന്ന ആ ഒരു കാറ്റെല്ലാം കൂടി പുറത്ത് വന്ന് കൊടുങ്കാറ്റായിട്ട് മാറും. അവരുടെ ബോട്ടൊക്കെ വഴിതെറ്റി ആ ഒരു ഇത്താക്കയുടെ അടുത്തെത്തി വരെ പിന്നെ വഴിതെറ്റി വേറെ എങ്ങോട്ടോ പോയി. ഈ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ ഒഡീസിയസും ആ ഒരു ആർമിയും കൂടി നേരെ ഒരു ഐലൻഡിൽ പോയി എത്തും. ആ ഒരു ഐലൻഡിന്റെ പേരാണ് ലാസ്ട്രോഗോണിയ എന്ന് പറയുന്നത്. ആ ഒരു ഐലൻഡിൽ ഫുള്ള് കാനിബിൾസ് ആണ്, നമ്മളെ മനുഷ്യരെ തിന്നുന്ന വലിയ ജൈൻസുമായിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഇവർക്ക് അറിയത്തില്ല. ഇവരവിടെ പോയി കാല് വെക്കുന്നതും ഇറങ്ങുന്നതും അവിടെ ഒരു വലിയ ഓരോ നടക്കും. പക്ഷെ ഇവർക്ക് ഒരിക്കലും അറ്റാക്ക് ചെയ്ത് ജയിക്കാനും പറ്റില്ല, കാരണം അത് വലിയ ജൈൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്, മനുഷ്യരെ തിന്നുന്ന ആൾക്കാരാണ്. സോ അവരെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കടലിലോട്ട് തിരിച്ചു വന്ന് ബോട്ടെടുത്ത് രക്ഷപ്പെടുന്ന സമയത്ത് ഇവരെല്ലാരും കൂടി ആ കരയിലോട്ട് വന്നിട്ട് ആ ഒരു രക്ഷപ്പെടുന്ന ആർമീസിന്റെ നേരെ വലിയൊരു പാറകൾ നമ്മളെ സൈക്ലോപ്സ് എടുത്ത് എറിഞ്ഞ പോലെ ഇവരും എടുത്തെറിയും. ഈ ഒരു പാറകളൊക്കെ ആ ഒരു കാനിബിൾസ് എടുത്ത് എറിയും. ആ ഒരു ഇതില് ഒഡീസസിന്റെ ഒരുപാട് ആർമികളും ഒരുപാട് ബോട്ടും നശിക്കും. ഏകദേശം 13 ബോട്ടോ 14 ബോട്ടോ 15 ബോട്ടിലാണ് ഇവർ യാത്ര തുടങ്ങിയത് ഇത്താക്കിലോട്ട്, ലൈക്ക് ട്രോയിന് ശേഷം. പിന്നെ അതിനിടയ്ക്കും ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഐലൻഡിൽ വരുന്നതിന് മുന്നേ വരെ 12 14 എന്തോ ബോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇവരിൽ ആകെ ഉള്ളത് ആ ഒഡീസസ് ഉള്ള ഒരു ബോട്ടും കുറച്ച് ആർമീസും. ബാക്കി എല്ലാവരും മരിച്ചു, കാരണം ബാക്കി എല്ലാവരും ഈ കാനിബിൾസ് ആ ഒരു വലിയ വലിയ പാറകൾ കൊണ്ട് എറിഞ്ഞ് കൊന്നു. ഇവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി രക്ഷപ്പെട്ടു. അതായത് ഇനിയൊരു ബോട്ടും ഒഡീസീസും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഒരു ഐലൻഡിലോട്ട് പോകും. കാരണം ഇവര് ഓരോ ഐലൻഡായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ പോകുന്നത്. കാരണം ഇത്താക്കയിൽ ഇനിയും പോകാൻ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് ഇവർ പിന്നീട് പോകുന്നത് സെർസിയുടെ ഐലൻഡാണ്. സെർസി എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡായിട്ടുള്ള ഹീലിയോസിന്റെ മോളാണ്. പുള്ളിക്കാരി ഒരു വിച്ചാണ്, ലൈക്ക് മന്ത്രവാദി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഐലൻഡിൽ പോകുമ്പോൾ ഒഡീസസ് ആദ്യം എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ മാത്രം വിടും, പോയി നോക്കിയിട്ട് ഇനി പണി വാങ്ങാൻ
വയ്യ, കാരണം ഒരുപാട് കിട്ടി. അങ്ങനെ ഇവരെല്ലാരും കൂടി പോകുന്നത് നമ്മള് സെഴ്സിയുടെ അടുത്തോട്ടാണ്. സെഴ്സി മാത്രമേ ആ ഒരു ഐലൻഡിലുള്ളൂ. ഇവരെല്ലാരും കൂടി അവിടെ പോകുമ്പോൾ ഒരു ചെറിയൊരു വീടുണ്ട്, അവിടെ നമ്മുടെ സെഴ്സി ഇരിപ്പുണ്ട്. സെഴ്സിയെ കാണുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ വന്നതാണെന്ന് പറയുമ്പോൾ സെഴ്സി പറയും പിന്നെ എന്താ മക്കളെ കയറിക്കോ, ഭക്ഷണം തരാം, എല്ലാവരും കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വലിയൊരു ട്രീറ്റ് വെക്കും. ഈ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അവിടെ ഇരുന്ന ഒഡീസിയസിന്റെ ആർമിയിലുള്ള എല്ലാവരും പന്നികളായിട്ട് മാറും. പോയവര് തിരിച്ചു വരാത്തോണ്ട് ഒഡീസിയസ് അങ്ങ് ഇറങ്ങും. ഒഡീസിയസിന് അറിയണമല്ലോ എന്താണ് പറ്റിയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒഡീസിയസിന്റെ മുന്നിൽ ഒരു ഗോഡ് വരും, അല്ലെങ്കിൽ ഒരു ദൈവം വരും. എന്നിട്ട് പറയും നീ പോകുന്ന യാത്ര കുറച്ച് പ്രശ്നമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈ ഹെർബ് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞിട്ട് ചെറിയൊരു ഹെർബ് ലൈക്ക് ഒരു ചെടിയുടെ ഒരു റൂട്ട് പോലെ സംഭവം കയ്യിൽ കൊടുക്കും, കഴിക്കാൻ പറയും. ഇത് കഴിച്ചിട്ട് ഒഡീസിയസ് അങ്ങ് പോകും. അങ്ങനെ ഈ ഹെർബും കഴിച്ച് ഒഡീസിയസ് ആ ഒരു സെഴ്സിയുടെ അടുത്തോട്ട് പോകും. സെഴ്സി അങ്ങ് വേറൊരാളും കൂടി കയറി വരുന്ന സെഴ്സി അയാൾക്കും ഫുഡ് കൊടുക്കും. പക്ഷെ സെഴ്സിയുടെ മാജിക് പവർ അവിടെ ഏക്കത്തില്ല. കാരണം മറ്റുള്ളവരൊക്കെ എല്ലാം ആ ഒരു ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞത് പുള്ളിക്കാരുടെ മാജിക് പവർ വെച്ച് മറ്റേ പന്നികളായിട്ട് മാറ്റി. പക്ഷെ ഇത് ആള് വേറെയാണെന്നുള്ളത് സെഴ്സിക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു ഹെർബ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ അപ്പം തന്നെ വാൾ എടുത്തിട്ട് സെഴ്സിനെ നേരെ ചൂണ്ടിട്ട് പറയും നിന്നെ ഞാൻ കൊല്ലും, കൊല്ലാതിരിക്കണമെങ്കിൽ എന്റെ ആൾക്കാരെ എല്ലാം പഴുതോലാക്കാം. സെഴ്സി പേടിച്ചിട്ട് പറയും ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് ആ പന്നികളാക്കി എല്ലാവരും മനുഷ്യരൂപത്തിലോട്ട് തിരിച്ചാക്കും. എന്നിട്ട് നമ്മൾ ഒഡീസിയസും ആർമിയും എല്ലാവരും കുറച്ചു കാലം അവിടെ താമസിച്ചു. അവിടെ താമസിക്കുന്ന സമയത്ത് ഒഡീസിയസിനും സെഴ്സിക്കും ഒരു കുഞ്ഞുണ്ടായി. ഇതൊക്കെ നടന്നിട്ടും ഒഡീസിയസ് അവിടെ ഹാപ്പി അല്ലായിരുന്നു. പുള്ളിക്കാരന്റെ നാട്ടിലോട്ട് എത്തണം, ആ ഒരു ഇത്താക്കിലേക്ക് പോകണം, തന്റെ വൈഫായിട്ടുള്ള പെനലോപ്പിനെയും തന്റെ മകനായിട്ടുള്ള ടെലിമാക്കസിനെയൊക്കെ കാണണം, അവിടെ ഇരുന്ന് മരിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. കാരണം പുള്ളിക്കാരൻ ഇത്രയും വർഷമായില്ലേ ഇവിടെ വന്നിട്ട്. അപ്പൊ നമ്മൾ സെഴ്സി പറയും എന്നാ ശരി നീ പൊയ്ക്കോ എന്ന് പറയും. സെഴ്സി വഴി ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് സെഴ്സി പറയും നിനക്ക് നേരെ ഇത്താക്കിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല, നിനക്ക് അണ്ടർ വേൾഡിലോട്ട് പോകണം. അവിടെ പോകുമ്പോൾ ഒരു വൃദ്ധൻ നിന്നോട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും, അതുപോലെ നീ ചെയ്യണം, അത് ചെയ്താൽ നിനക്ക് നിന്റെ ഇത്താക്കിലോട്ട് എത്താന്ന് പറയും. അപ്പൊ ഒഡീസിയസ് പറയും എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങും. ഇവർ എന്നിട്ട് ആ ഒരു അണ്ടർ വേൾഡിലോട്ട് പോകും. അവിടെ പോയിട്ട് ഒഡീസിയസിന്റെ ആർമി എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ഐലൻഡിൽ ബലി നടത്തും. ബലി നടത്തുമ്പോൾ നമ്മളെ സെഴ്സി പറഞ്ഞ ഒരു വൃദ്ധം വരും. വൃദ്ധം വന്നിട്ട് പറയും നീ നിന്റെ ഇത്താക്കിയിൽ പോകുന്ന യാത്രയിൽ ഒരു ഐലൻഡിൽ എത്തും. ആ ഒരു ഐലൻഡിൽ ഒരുപാട് കന്നുകാലികളുണ്ട്, അത് ഹീലിയോസിന്റെയാണ്. സോ ആ ഒരു കന്നുകാലികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഒഡീസിയസ് പറയും ഓക്കെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞ് പ്രോമിസ് ഒക്കെ കൊടുക്കും. അങ്ങനെ ഒഡീസിയസും തന്റെ ആർമി ആ ഒരു ഐലൻഡിലോട്ട് യാത്രയായിരിക്കും. പക്ഷെ ആ ഒരു ഐലൻഡിലോട്ട് പോകുന്ന പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു ഐലൻഡിലോട്ട് പോകുന്നെങ്കിൽ ഇവരൊരു വലിയൊരു പാസേജ് കടക്കണം, ഒരു കേവ് ലൈക്ക് ഒരു കടലിലുള്ള ഒരു വലിയ കേവ് കടക്കണം, അല്ലെങ്കിൽ ഒരു ചുഴലിയുണ്ട് കടലിൽ, അത് പാസ് ചെയ്ത് പോകണം. ചുഴലിലോട്ട് പോകുന്നെങ്കിൽ തന്റെ കപ്പലും ഒഡീസിയും എല്ലാം കടലിലായി പോകും, അല്ലെങ്കിൽ ആ ഒരു കേവ് വഴി പോകണം. രണ്ട് വഴിയേ ഉള്ളൂ, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് അതുവഴി ആ ഒരു ഹീലിയോസിന്റെ പശുക്കളൊക്കെ ഉള്ള ഐലൻഡിൽ പോകാൻ പറ്റും. അവിടെ പോയാൽ മാത്രമേ ഇയാൾക്ക് ആ ഒരു ഇത്താക്കിലോട്ട് തിരിച്ച് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒഡീസിയസ് പറയും നമുക്ക് ആ ഒരു കേവ് വഴി പോവാം, അതുവഴി പോയി എളുപ്പത്തിൽ ഇത്താക്കിൽ എത്താന്ന് പറയും. പക്ഷെ ആ ഒരു കേവിൽ വേറൊരു പണിയുണ്ട്. അത് വേറൊന്നുമല്ല, 6 തലയുള്ള ഒരു മോൺസ്റ്റർ ഉണ്ട്, ഒരു വലിയൊരു ഡ്രാഗൺ പോലത്തെ. അതിന്റെ പേരാണ് സീല. സോ എന്തായാലും ഒഡീസിയസ് തീരുമാനം എടുക്കുന്ന സീലയുടെ സൈഡിൽ കൂടി പോകുന്നതാണ്. കാരണം കപ്പലിൽ കുറച്ച് പേരുണ്ട്. അപ്പൊ എന്തായാലും 6 തലയുള്ള ഡ്രാഗൺ അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ വന്നിട്ട് 6 വരെ പിക്ക് ചെയ്യണ സമയത്ത് ഇവർക്ക് രക്ഷപ്പെടാം. മറ്റേ ചുഴലി വഴി പോകണമെങ്കിൽ ബോട്ടും എല്ലാവരും മരിക്കും. സോ അത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ ആകുമ്പോൾ ഒരു 6 പേരെ ജീവനെ പോകത്തുള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറയും. ഈ ഒരു കാര്യം ഒഡീസിയസിന് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആ ഒരു കപ്പലുള്ള ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇവർ ആ ഒരു പാസേജ് വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു മോൺസ്റ്റർ പുറത്തോട്ട് വന്ന് ഈ ഒരു കപ്പലുള്ള 6 പേരെ പിടിച്ചോണ്ട് പോകും. ആ ഒരു ടൈമിൽ നമ്മൾ ഒഡീസിയസ് ആ ഒരു കപ്പലുള്ളായിരുന്ന ബാക്കിയുള്ളവരെ കൂടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി നേരെ വൃദ്ധം പറഞ്ഞ ആ ഒരു ഐലൻഡിലോട്ട് പോകും. നമ്മൾ ആ ഹീലിയോസിന്റെ പശുക്കളൊക്കെ ഉള്ള ആ ഒരു ഐലൻഡിലോട്ട് പോകും. അവിടെ എത്തിയപ്പോഴാണ് ഒഡീസിയസ് ഇവരോടത്ത് പറയണത് നിങ്ങൾ ഇവിടെ എന്തും ചെയ്തോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, പക്ഷെ ഒരു പശുവിനെ പോലും നിങ്ങൾ തുടരുത്. നിങ്ങളതിൽ ഫുഡ് സപ്ലൈസ് എല്ലാം ഉണ്ട്, പക്ഷെ ഈ ഒരു പശുക്കളെ തൊടാൻ പാടില്ല എന്ന് ഒഡീസിയസ് എല്ലാവരുടെ കയ്യിൽ നിന്നും പ്രോമിസ് വാങ്ങും. അപ്പോൾ ഒഡീസിയുടെ ആ ഒരു ടീമിലുള്ള എല്ലാവരും പറയും ഇല്ല ഞങ്ങൾ എന്ത് ചെയ്താലും പശുക്കളെ തൊടത്തില്ല എന്ന് പ്രോമിസ് ചെയ്യും. അങ്ങനെ അവരവിടെ ട്രാപ്പായി പോകും. ട്രാപ്പായി പോകുന്ന വേറൊന്നും കണ്ടല്ല, ആ ഒരു ഐലൻഡിൽ എത്തി. പക്ഷെ അവിടെ നിന്ന് ഇവർക്ക് തിരിക്കാൻ പറ്റത്തില്ല. ഫുൾ മഴയും കൊടുങ്കാറ്റും, ആ ഒരു കടല് ഭയങ്കര ശാന്തമല്ല. ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും അല്ലാത്തതുകൊണ്ട് ഇവർ കുറെ കാലം ആ ഒരു ഐലൻഡിൽ തന്നെ ട്രാപ്പായിരിക്കും. ആ ഒരു ട്രാപ്പായിരിക്കുന്ന സമയത്ത് ഇവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇവരുടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഫുഡ് സപ്ലൈസ് എല്ലാം തീരുമ്പോൾ വേറെ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. ആ ഒരു ഐലൻഡിൽ ആകെ ഉള്ള ഹീലിയോസിന്റെ ആ ഒരു പശുക്കളാണ്. വേറൊരു നിവൃത്തിയില്ലാതെ വിശന്ന് കണ്ണിലെ പൊന്നിച്ച പറക്കുമ്പോൾ നമ്മളെ ഒഡീസിയസിന്റെ ടീമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഒഡീസിയസ് ഒന്ന് മാറി നിൽക്കുമ്പോൾ എല്ലാ പശുക്കളെയും കൊന്ന് ചുട്ടു തിന്നും. ഒഡീസിയസ് വന്ന് നോക്കുമ്പോൾ ഇവന്മാരെല്ലാവരും കൂടി എല്ലാ പശുക്കളെയും എന്ത് ചെയ്യില്ലെന്ന് പറഞ്ഞോ അത് ചെയ്യുന്ന നല്ലൊരു ടീമാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പശുക്കളെയും കൊന്ന് തിന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ഹ്യൂലിയോസ് കാണും. ഹ്യൂലിയോസ് ആണല്ലോ ഈ ഒരു പശുക്കളുടെ ഒക്കെ ഉടമസ്ഥ. കാരണം പുള്ളിക്കാരന്റെ ഐലൻഡ് ആണ്, പുള്ളിക്കാരന്റെ പശുക്കളാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീലിയോസ് നേരെ സ്യൂസിന്റെ അടുത്ത് പോയി പറയും ഇങ്ങനെ ഒഡീസിയസും ടീമും എന്റെ ഐലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ എന്താണോ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവരോട് ചെയ്തിട്ടുണ്ട്, എന്റെ എല്ലാ പശുക്കളെയും കൊന്നു തീർന്നു, ഇതിനൊരു തീരുമാനമാക്കണം, ഒഡീസിയസിനെ കൊല്ലണം എന്ന് പറയും. ഈ ഒരു സമയത്ത് അവരെല്ലാവരും കൂടി ബോട്ടിൽ കയറി പോവാൻ നോക്കും. അപ്പൊ സ്യൂസിന്റെ ആ ഒരു തണ്ടർ ബോൾട്ട് ഉണ്ടല്ലോ, ആ ഒരു മിന്നൽ എടുത്ത് ഒറ്റ എറിയുന്ന സമയത്ത് ബോട്ട് നശിച്ചിട്ട് എല്ലാവരും മരിക്കും. പക്ഷെ ഒഡീസി മാത്രം രക്ഷപ്പെടും. ഒഡീസിയസ് എന്നിട്ട് ആ കടലിൽ കിടന്ന് ഒരു ഐലൻഡിലോട്ട് എത്തും. ആ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് കലിപ്സോയുടെ ഐലൻഡ് ആണ്. കലിപ്സോ എന്ന് പറയുന്ന ഒരു ഗോഡസ് ആണ്. അവിടെ എത്തുമ്പോൾ പുള്ളിക്കാരിക്ക് ഈ ഒരു ഒഡീസിയസിനെ കണ്ട് ഇഷ്ടപ്പെടും. കാരണം പുള്ളിക്കാരി പെട്ടെന്ന് നോക്കുമ്പോൾ കടൽ തീരത്ത് ഒരാൾ വന്നിരിക്കുന്നത് നല്ല കാണാനും കൊള്ള അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടമൊക്കെ തോന്നുന്നു. പുള്ളിക്കാരി ഒഡീസിയസ്
ഒഡീസസിനോട് പറയും എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ച് ഇവിടെ നമുക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ ഒഡീസസ് പറയും ഇല്ല, എനിക്ക് നാട്ടിൽ ഭാര്യയും കുഞ്ഞുണ്ട്, എനിക്ക് അവിടെ പോകണമെന്നൊക്കെ പറയുമ്പോൾ കലിപ്സോ പറയും എന്നാൽ ശരി നിന്നെ ഇപ്പൊ തന്നെ വിടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐലൻഡിൽ നമ്മൾ ഒഡീസസിനെ ട്രാപ്പ് ചെയ്ത് വെക്കും. ട്രാപ്പ് ചെയ്ത് വെക്കണം ഏകദേശം 7 വർഷമാണ്. അതായത് ഓൾറെഡി 10 വർഷത്തെ യുദ്ധം കഴിഞ്ഞു, കുറെ വർഷം പല പല ഐലൻഡിലായിട്ട് ഇവർ മടുത്ത് മറ്റേ ജീവിതം വെറുത്തിരിക്കുകയാണ്. അടുത്താണെങ്കിലോ 7 വർഷം, അതും ഈ ഒരു കലിപ്സോ എന്ന് പറയുന്ന ഗോഡസിന്റെ ഈ ഒരു ഐലൻഡിൽ വേറെ നിവൃത്തിയില്ല, മൂപ്പര് പെട്ടുപോയി. ഇത് കാണുന്ന അദീന എന്ന് പറയുന്ന പണ്ട് തൊട്ടേ നമ്മുടെ ഒഡീസസിന്റെ കൂടെ നിൽക്കുന്ന, ഒഡീസസ് എന്തും സപ്പോർട്ട് ചെയ്യണ ഒരു റൈറ്റ് ഹാൻഡ് പോലത്തെ ഒരു ഗോഡസ് ആണ്. പുള്ളിക്കാരി ഇത് കണ്ടിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു കലിപ്സോന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒഡീസസിനെ രക്ഷപ്പെടുത്തിയിട്ട് നാട്ടിലോട്ട് തിരിച്ചയക്കും. അതായത് ഇത്താക്കിൽ എത്താറായി, ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഇത്താക്കിലോട്ട് പോയിട്ട് ബാക്കിയുള്ള ജീവിതം അവിടെ എന്നുള്ള രീതിക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ പൊസൈഡൺ വരുന്നത്. പൊസൈഡൺ എന്ന് പറയുന്നത് നമ്മൾ സൈക്ലോപ്സിന്റെ അച്ഛൻ, മറ്റേ കണ്ണുകുത്തി പൊട്ടിച്ച പുള്ളിക്കാരനാണല്ലോ കടലിന്റെ രാജാവ് അല്ലെങ്കിൽ കടലിന്റെ ഗോഡസ്. അങ്ങനെ പോയി ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പൊസൈഡൺ വേറൊരു പരിപാടി ചെയ്യും, ഈ ഒരു പോയ ബോട്ടിനെ അങ്ങ് നശിപ്പിക്കും വലിയ കൊടുങ്കാറ്റ് വെച്ച്. അതായത് പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് സർവൈവ് ചെയ്ത് അത് 7 വർഷം ഒരു പെണ്ണിന്റെ ട്രാപ്പിലൊക്കെ ആയിട്ട് നേരെ നാട്ടിലോട്ട് പോവാണ്. ആ പോകുന്ന സമയത്ത് നമ്മൾ പൊസൈഡൺ ആ ഒരു യാത്ര ഇല്ലാതാക്കുവാണ്. അവിടെ നേരെ ഒരു ഐലൻഡിലോട്ട് പോകും. പുള്ളിക്കാരൻ എപ്പോഴും ഐലൻഡിലോട്ട് പോകുന്ന പതിവാണ്. അങ്ങനെ ഒരു ഐലൻഡിലോട്ട് പോകും. അവിടെ പോകുമ്പോൾ അവിടുത്തെ രാജാവിന്റെ മകള് ഈ ഒഡീസസിനെ കാണും. ഒഡീസസിനെ കണ്ടിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യും, ആ ഒരു കൊട്ടാരത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. ലൈക്ക് പുള്ളിക്കാരി നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു അടിപൊളി ആള്, പുള്ളിക്കാരൻ എന്തായാലും എങ്ങനെയെങ്കിലും വഴിതെറ്റി വന്നാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊട്ടാരത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ കൊട്ടാരത്തിൽ പോയ ഒഡീസസ് അവിടുത്തെ രാജാവിനെ മീറ്റ് ചെയ്യും. പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സിൽ രാജാവ് മനസ്സിലാക്കുവാണ് തന്റെ മുന്നിരിക്കുന്ന ഗ്രീക്കിലെ തന്നെ ഏറ്റവും വലിയ വാരിയർ ആയിട്ടുള്ള ഒഡീസസ് ആണ്. ഒഡീസസിനടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഒഡീസസ് പറയും ആ ഒരു ട്രോയിലുള്ള യുദ്ധത്തിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പെട്ടു, ആ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ വീടെത്തിയിട്ടില്ല, ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു, എന്റെ കൂടെ വന്ന ഒരുപാട് പേര് മരിച്ചു, എന്റെ ബോട്ടൊക്കെ പോയി, എനിക്കിപ്പോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് പറയുമ്പോൾ ഇത് കേട്ടത് ആ രാജാവ് ഒഡീസസിനോട് പറയും ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടും കുറച്ച് സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒഡീസസിന് യാത്ര അയക്കും. അങ്ങനെ നീണ്ട 20 വർഷത്തെ യാത്രയ്ക്ക് ശേഷം ഒഡീസസ് തിരിച്ച് തന്റെ മണ്ണായിട്ടുള്ള ഇത്താക്കിൽ എത്തുവാണ്. അവിടെ എത്തിയതിനു ശേഷം അദീന വരും. അദീന വന്നിട്ട് ഒഡീസസിനോട് പറയും ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ വന്നതല്ലേ, നീ ഇങ്ങനെ പോകണ്ട, ഇവിടെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നീ അറിഞ്ഞിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഡീസസിന്റെ രൂപം മാറ്റി ഒരു പിഷക്കാരനാക്കിയിട്ട് കൊണ്ടുപോകും. അങ്ങനെ പിഷക്കാരനായിട്ടിട്ട് നമ്മൾ ഒഡീസസ് രാജ്യത്തിന്റെ അകത്തോട്ട് കയറി പോകുമ്പോൾ തന്റെ പഴയ കുറച്ച് സുഹൃത്തുക്കളെയും കുറച്ച് ആൾക്കാരെ കാണും. അതിൽ മീറ്റ് ചെയ്യുന്ന ഒരാൾ തന്റെ മുന്നിരിക്കുന്ന ഒഡീസസിനോട് ഒരു കഥ പറയും. അതായത് പണ്ട് എങ്ങനെയായിരുന്നു ഇത്താക്കിയെന്നും ഇപ്പൊ എങ്ങനെയാണെന്നും കഥ പറയുമ്പോഴാണ് ഒഡീസസ് എല്ലാം മനസ്സിലാക്കുന്നത്. കാരണം തന്റെ യാത്രയ്ക്ക് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒഡീസസ് മരിച്ചെന്ന് പറഞ്ഞ് അടുത്തുള്ള ഒരുപാട് ഐലൻഡിലെ രാജ്യങ്ങളിലെയൊക്കെ ആൾക്കാർ ഈ ഒരു ഐലൻഡിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒഡീസസിന്റെ വൈഫായിട്ടുള്ള പെനോലോപ്പിനെ കല്യാണം കഴിച്ച ആ ഒരു പവറും ആ ഒരു രാജ്യം കിട്ടും. സോ അതിനുവേണ്ടി ഒരുപാട് പേര് ആ ഒരു കൊട്ടാരത്തിൽ വന്ന് സ്റ്റേ അടിച്ചിട്ടുണ്ട്. ഈ സ്റ്റേ അടിച്ച ഒരുപാട് ആൾക്കാരിൽ ഒരു ഹെഡ് ഉണ്ട്. അയാളുടെ പേരാണ് ആന്റിനസ് ആണ് ഈ ഒരു ഒഡീസസിന്റെ ഭാര്യയെ സ്വത്താക്കാൻ വന്ന ഒരുപാട് രാജാക്കന്മാരെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ ലീഡർ എന്ന് വേണമെങ്കിൽ പറയണം. ഒഡീസസ് ആ ഒരു ട്രോജൻ വാറിന് പോയിട്ട് വന്നിട്ടില്ല. ലൈക്ക് ഇപ്പൊ വരും എന്ന് പറഞ്ഞ് പോയ ആള് 10 വർഷം വെയിറ്റ് ചെയ്തു, 20 വർഷം വെയിറ്റ് ചെയ്തു, ഇതുവരെ വന്നിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഈ ഒരു വൈഫിനെ സ്വന്താക്കാൻ വേണ്ടിയിട്ടും ഈ രാജ്യം സ്വന്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പുള്ളിക്കാർ ഇത്രയും വർഷം ഇതിനെ പിടിച്ചു നിർത്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒഡീസസിന്റെ അച്ഛനുണ്ട്, പുള്ളിക്കാരൻ മരിക്കാൻ കിടക്കുകയാണ്. സോ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ദ ഫൈനൽ ഡ്രസ്സ്, അതായത് അവസാനത്തെ ഒരു ഡ്രസ്സ് തുന്നിക്കൊണ്ടിരിക്കുകയാണ് പെനോലോപ്പി. അപ്പൊ ഡെയിലി രാവിലെ ഇത് തുന്നും, രാത്രി ആകുമ്പോൾ ആരും കാണാതെ പുള്ളിക്കാരി തന്നെ ഇത് എല്ലാം അഴിച്ചിടും. അങ്ങനെയാണ് ഇത്ര വർഷം പുള്ളിക്കാരി തള്ളി നീക്കിക്കൊണ്ട് പോയത്. അതായത് ഇവരെ വന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന ഞാൻ ഒരാളെ സെലക്ട് ചെയ്യാം, പക്ഷെ ഈ ഒരു ഡ്രസ്സ് എന്നാണോ തച്ച് തീർക്കുന്നത്, അതായത് ഒഡീസസിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് എന്നാണോ ഞാൻ തച്ച് തീർക്കുന്നത് അന്നായിരിക്കും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നീണ്ടു പോയി. പക്ഷെ ഒരു ടൈമിൽ ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ പുള്ളിക്കാരി രാവിലെ തച്ച് ഈവനിങ് ആകുമ്പോൾ ആരും കാണാത്ത സമയത്ത് രാത്രി ഇത് അഴിച്ച് ഫുള്ള് ഇത് പിന്നെയും പഴയതുപോലെ ആക്കുന്നത് നമ്മൾ ആന്റിനോസ് കാണുവാണ്. പുള്ളിക്കാരൻ കൈയോടെ പോകും. പുള്ളിക്കാരൻ പറയും ഇനി ഇത് വേണ്ട, നാളെ തന്നെ ഒരാളെ സെലക്ട് ചെയ്യണം, നീ സെലക്ട് ചെയ്യുന്ന ഒരാളെ നീ കല്യാണം കഴിക്കണം, കാരണം ഇനി ഒഡീസസ് വരത്തില്ല, ആള് മരിച്ചുപോയി, ഇത്രയും വർഷമായിട്ട് വരാത്ത ആളെ ഇനി വരാൻ പോകുന്നില്ല, അതുകൊണ്ട് പുതിയ ഒരാളെ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഡീസിയസ് അറിയുകയാണ്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഒഡീസിയസ് ആദ്യം മീറ്റ് ചെയ്യുന്നത് തന്റെ മകനായിട്ടുള്ള ടെലിമാക്കസിനാണ്. ഈ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ടെലിമാക്കസ് ജനിച്ചിട്ടേ ഉള്ളൂ, കൈക്കുഞ്ഞായിരുന്നു, അന്ന് കണ്ടതാണ്. പിന്നീട് 20 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. തന്റെ അച്ഛന് വേണ്ടി ടെലിമാക്കസ് ഇത്രയും വർഷം കാത്തിരുന്നു, അച്ഛന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഒരുപാട് സ്ഥലത്തൊക്കെ പോയി. അതുപോലെ തന്നെ തന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ടെലിമാക്കസ് ഒഡീസസിനെ കണ്ടതിന് ശേഷം ഒഡീസസിനോട് പറയും എന്റെ അച്ഛൻ തിരിച്ചു വന്നല്ലോ, ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പോയി അവിടെ ഉള്ള എല്ലാവരും, കൊട്ടാരത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ കയറി ഇരിപ്പുണ്ട്, എല്ലാവരും കൊന്നു കളയെന്ന് പറയുമ്പോൾ ഒഡീസസ് പറയും വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, അത് എന്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയും. ടെലിമാക്കസ് വരുമ്പോൾ അദീന വന്നിട്ട് നമ്മൾ ഒഡീസസിന്റെ രൂപം മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്ലാൻ പറഞ്ഞതിന് ശേഷം കൊട്ടാരത്തിലോട്ട് നമ്മൾ ഒഡീസസ് പോവുകയാണ്. പോകുന്ന സമയത്ത് അദീന പിന്നെയും വന്ന് ഈ രൂപം മാറ്റി പിഷക്കാരനാക്കും. അങ്ങനെ നമ്മൾ ഒഡീസസ് ആ ഒരു കൊട്ടാരത്തിലോട്ട് കടക്കുമ്പോൾ അന്ന് അവിടെ നടക്കുന്ന ഇവന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെനോലോപ്പി വന്നിട്ട് പുതിയൊരു ഹസ്ബൻഡിനെ ചൂസ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ്. ഇവരൊക്കെ കാണുമ്പോൾ പെനോലോപ്പി പറയും എന്റെ ഒരു ടാസ്ക് ഉണ്ട്, ആ ഒരു ടാസ്ക് ആരാണോ ജയിക്കുന്നത് അയാളെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഡീസസിന്റെ ഒരു വില്ലുണ്ട്, ലൈക്ക് അമ്പം വില്ലുണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് വരും. എന്നിട്ട് പറയും ഒരു 12 ആക്സ് നിരത്തി വെക്കും. ഈ ഒരു 12 ആക്സ് എന്ന് പറയുന്നതിന്റെ മേലിൽ ഹോൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്ലൈഡിന്റെ അവിടെ. ഈ 12 ഹോളിന്റെ അകത്തും കൂടി ആരാണോ ഈ വില്ല് വിടുന്ന അവരെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറയും. അങ്ങനെ ഒരുപാട് പേരൊന്നും ട്രൈ ചെയ്യും, എല്ലാവരും ഫെയിൽ ആവും. ലാസ്റ്റ് നമ്മൾ ഒഡീസസ് കയറി വരും. കാരണം ഒഡീസസ് പിഷക്കാരനാണ്, എല്ലാവരുടെ മുമ്പിൽ അങ്ങനെയാണ് നിൽക്കുന്നത്.
ഇപ്പൊ എല്ലാവരും ചിരിക്കും. ഇത്രയും വലിയ വാരിയേഴ്സ് ചെയ്തിട്ട് നടക്കാതെ നീ എങ്ങനെ ചെയ്യാൻ പോകണമെന്ന് എല്ലാവരും കളിയാക്കും. അവിടെ ഓൾറെഡി നിൽക്കുന്നവര് പുഷക്കാരനാണെന്ന് പറഞ്ഞിട്ട് മറ്റേ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മള് പെനലോപ്പി ഇത് കണ്ടിട്ട് പറയും, പുള്ളിക്കാരൻ ട്രൈ ചെയ്യാൻ വന്ന ആളല്ലേ, പുള്ളിക്കാരൻ ചെയ്യട്ടെ, നിങ്ങൾ ഇത്ര വരെ ചെയ്തിട്ട് നടന്നില്ലല്ലോ, പുള്ളിക്കാരൻ ചെയ്ത് നോക്കട്ടെ, നമുക്കൊന്ന് കാണാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് അമ്പുവില്ലും എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒഡീസസ് ആ ഒരു 12 ആക്സിന്റെ ഹെഡിന്റെ അകത്തോടി പുഷ്പം പോലെ ആ ഒരു വില്ല് അടിച്ചു കളയും. ഇതെല്ലാവരും കണ്ടിങ്ങനെ ഞെട്ടും. അങ്ങനെ നിന്നപ്പോൾ നമ്മൾ അധീനെ തിരിച്ചു വന്ന് ആ ഒരു പഴയ ഒഡീസസിന്റെ രൂപത്തിലോട്ട് മാറ്റും. ഇത് കാണുമ്പോൾ അവിടെ ഉള്ള എല്ലാവരും ഞെട്ടിപ്പോകും. കാരണം മരിച്ചെന്ന് പറഞ്ഞൊരാൾ മുന്നിൽ നിൽക്കുവാണ്, അതും ആ ഒരു പഴയ ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു വാരിയർ ഒഡീസീസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരും വിറയ്ക്കും. അപ്പോൾ ആ ഒരു കൊട്ടാരത്തിന്റെ അകത്ത് നമ്മൾ ഒഡീസസിന്റെ മകനായിട്ടുള്ള ടെലിമാക്കസും ആൻഡ് ഒഡീസസിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വാരിയേഴ്സ് ഉണ്ട്, അവരും വരും. എന്നിട്ട് നമ്മൾ ടെലിമാക്കസ് അമ്മയോട് പറയും, അമ്മ ഇനി ഇവിടെ നിൽക്കേണ്ട, എല്ലാവരും മാറിക്കോ, അമ്മ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാ ലേഡീസും മാറിക്കോ, കാരണം ഇതിന്റെ അകത്ത് ഇനി നടക്കാൻ പോകുന്ന ബ്ലഡ് വെഡിങ് ആണെന്ന് പറയും. ആൻഡ് ആ ഒരു റൂമിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ഹോളിന്റെ അകത്ത് ഒഡീസസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വാരിയേഴ്സും ടെലിമാക്കസും അധീനയും ആൻഡ് അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണെങ്കിൽ ആന്റിനസും ബാക്കി ആ കല്യാണം കഴിക്കണം എന്ന് ഒരുപാട് ആൾക്കാർ. പിന്നെ അവിടെ നടക്കുന്ന ചോരക്കളിയാണ്. ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ എല്ലാവരെയും ഒഡീസസും ടെലിമാക്കസും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വാരിയേഴ്സും ചേർന്ന് കൊന്നുകളയും. സോ ഈ ഒരു മൂമെന്റിലാണ് ഒഡീസസും ടെലിമാക്കസും കൂടി ചേർന്ന ആ ഒരു രാജ്യത്തിനെ ഒരു കൊട്ടാരത്തെയും രക്തം കൊണ്ട് ശുദ്ധീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് പെനലോപ്പിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ഇത് ഒഡീസസ് ആണോ എന്ന്. കാരണം ഈ ഒരു ടൈം പീരീഡിൽ ഒരുപാട് പേര് ഇതുവരെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒഡീസസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളോട് നടന്നാൽ പോലും ഇത് തന്റെ ഹസ്ബൻഡ് ആണെന്ന് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ ടെസ്റ്റ് വെക്കും. അത് വേറെ ഒന്നുമല്ല, ഒഡീസീസിന് പെനലോപ്പിക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് ആണ്. അത് അവിടെ റിവീൽ ചെയ്യും. അത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റൂമിലുള്ള ഇവരുടെ കട്ടിൽ ഒരു ഒലീവ് ട്രീന്റെ ചുറ്റുമുള്ളതാണ്. അത് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഈ ഒരു ഒഡീസി ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെനലോപ്പി തന്റെ സെർവനോട് പറയും ആ ഒരു കട്ടിലെടുത്ത് പുറത്തിടാനായിട്ട്. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒഡീസീസിന് ദേഷ്യം വരും, ആരാണ് ഈ കട്ടിൽ മാറ്റിയെന്നൊക്കെ. കാരണം ഒഡീസി സ്വന്തമായിട്ട് കർവ് ചെയ്തെടുത്ത കട്ടിലാണ് അത്, അതൊന്നും മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ് പെനലോപ്പി കൺഫേം ചെയ്യുന്നത് ഇത് തന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഒഡീസി ആണെന്ന്. ഇങ്ങനെയാണ് ആ ഒരു എപ്പിക്സ് ആക്കിയിട്ടുള്ള ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഞാൻ ഇത്രയേരം പറഞ്ഞത് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന സിനിമയുള്ള സ്റ്റോറിയല്ല, ആ ഒരു സിനിമ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ബുക്സിന്റെ സ്റ്റോറിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കത്തില്ല നോളന്റെ ഒഡീസിയിലോട്ട് വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്ന് പുള്ളിക്കാരുടെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആയിരിക്കും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ കണക്ട് ചെയ്ത് പോകുന്നില്ല. നോളന്റെ ഒഡീസിയിലുള്ള ഒരു സ്റ്റോറിയും അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സിനിമ കണ്ടിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ ചെയ്തേക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.